ഉത്തര കേരളത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് കർക്കിടക തെയ്യങ്ങൾ മടങ്ങി. കാസർഗോഡ് മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ തെയ്യങ്ങൾ സംഗമിച്ചു. ഒരു മാസക്കാലം നാടലഞ്ഞ ദേശത്തിനും മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിച്ച തെയ്യക്കോലങ്ങൾ വിടവാങ്ങി. ഇനി സമൃദ്ധിയുടെ ഓണക്കാലം. ഇവരെല്ലാരും വാഴ്ക വളർക പാടിയാലോ പാവം തീരുക പൈതലേ വിനയൊഴിവാം. കർക്കിടകത്തിലെ ഒരു മാസക്കാലത്തെ ദേശസഞ്ചാരത്തിനു ശേഷം കർക്കിടക തെയ്യങ്ങളുടെ സംഗമവേദിയായി മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രം. ആടിയും വേടനും ഗളിഞ്ചനും തങ്ങളുടെ ദേശാടനത്തിന് സമാപനം കുറിച്ചാണ് മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഒന്നിച്ചത്. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ ചങ്ങലവട്ടയിൽ തിരികത്തിച്ച് വരവേറ്റു. തറവാട്ടച്ചന്മാരും ട്രസ്റ്റി അംഗങ്ങളും കൂലോത്തെ പ്രധാന തെയ്യക്കോലക്കാരനായ ആചാരക്കാരനും ദേശക്കാരും പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ ആദ്യം വ്യാധിയുമായിട്ട് എല്ലാ വീടുകളിലും നല്ലത് വരുത്തുവാനാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് വീടുകളിൽ ഈ തെയ്യം നല്ലത് വരുത്തുവാനാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. ശ്രീ പാർവതി വീടുകളിൽ ആടുന്ന സങ്കല്പത്തിലായി നമ്മൾ വണ്ണ സമുദായക്കാർ ചെയ്തു വരുന്നത്. ശിവനായി മലയ സമുദായക്കാരും നൽക്കത്തായ സമ്പ്രദായത്തിൽ ഗളിഞ്ചനായി അവരും ചെയ്തു വരുന്നു. ഭണ്ഡാരം കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരിയോട് അനുവാദം വാങ്ങി തെയ്യങ്ങൾ ക്ഷേത്രനടയിൽ ഒന്നിച്ച് ചുവടുവെച്ചു. നൽക്കത്തായ വിഭാഗം കെട്ടിയാടുന്ന തെയ്യമായ ഗളിഞ്ചൻ ക്ഷേത്രത്തിന് പുറത്താണ് ആടിയത്. സംക്രമദിനത്തിൽ തെയ്യങ്ങൾ ക്ഷേത്രനടയിൽ ആടണമെന്നാണ് ആചാരം. ക്ഷേത്രമുറ്റത്തുനിന്ന് ഇറങ്ങിയ 3 തെയ്യക്കോലങ്ങളെയും ഗുരുസി ഒഴിഞ്ഞു മറിച്ച് അരിയും നെല്ലും പണവും നൽകി ദേശക്കാർ യാത്രയാക്കി. നാടിൻ്റെ ആദിയും വ്യാധിയും ആടിക്കളഞ്ഞ് കർക്കിടക തെയ്യങ്ങൾ വിടവാങ്ങി. ഇനി ഓണത്താറിനെ കാത്ത് അത്യുത്തര കേരളം. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.